ഇനി കുറച്ച് ദിവസം മണാലി സീരീസിന്റെ ബാക്കിയാക്കാൻ വണ്ടി നേരെ പെട്ടിയായിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോകും. ഈ കാണുന്ന വെള്ള ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഈ പോണാണ് നിഹാല്, നല്ലൊരു ഞാൻ ജാബിർ എപ്പോഴും ഒപ്പം ഇരിക്കുന്നത്. കാരണം ഞങ്ങളെ ബാഗിൽ കുറെ തിന്നാ സാധനങ്ങളുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് തിന്നാനുള്ള പ്ലാൻ. പക്ഷെ നിഹാല് കയ്യോടെ പൊക്കിയോല അതുകൊണ്ടാണ് പോയി. ഏതൊരു സ്ഥലത്തെത്തിയപ്പോ വണ്ടി ഫുഡ് കഴിക്കാൻ നിർത്തി. ഓല എല്ലാ ടേബിളിന്റെ പുറത്തുണ്ട് ഒരു പാത്രത്തിൽ ചീനമുളക്. ആയിരിക്കണ ചങ്ങായി അവിടെ നിന്ന് പരസ്യമായിട്ട് കഞ്ചാവ് ചുറ്റും. അവിടെ ഉള്ളവർക്ക് അതൊക്കെ സുന്നത്താണ്. തിന്നാൻ ബൊഫയാണ്. അപ്പൊ കുറെ സാധനങ്ങളുണ്ട്. മണാലി എത്താനായപ്പോത്തിനും ഗ്ലാസ് ഒക്കെ മണ്ണടിച്ചാണ് മൂടി. സിനിമയിലൊക്കെ ആൾക്കാർ ഉറക്കത്തിൽ നീക്കണ പോലെ കാട്ടിക്കുട്ടിന് ഞാൻ മണാലി എത്തിയപ്പോ കാണുന്ന കാഴ്ച ട്രാൻസ്ഫോമർ നിന്ന് കത്തുക. അവിടെ എന്തോ പോക്കുവരവിന്റെ പ്രശ്നം. ആറ്റിറ്റ്യൂഡ് ഇട്ടാണ്ട് ഞാൻ ബസ് ഇറങ്ങിയപ്പോ എന്നെ ചോദിച്ചും പറയാന്ന് ചെയ്യാതെ ആരൊക്കെ തലയിൽ കൂടി തിട്ട് വന്നു. എന്നിട്ട് എടുക്കണ നായേ 150. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ റൂം പോകും. ഈ കാണുന്ന ലക്ഷറി റൂമാണ് നമ്മൾ. ലക്ഷറി റൂം കയറി എന്റെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ടോപ്പ് കക്കൂസൊക്കെ ഉണ്ട്. എന്ത് നല്ല കക്കൂസ് ഉണ്ടായിട്ടും കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റും. ആസനം വരെ മരവിച്ചാണ് പോകും. അമ്മാരി തണുപ്പ വെള്ളത്തിന്. പിന്നെ വെള്ളം പറ്റാത്തവർക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ട് തുടക്കാൻ. 100 ആനി അതിനൊരു തോട്ടി തരാറുന്നാലും ഇവിടെ നമുക്ക് ബൊഫേ കാണുന്ന ചൊറുക്കന്നെ ഉള്ളൂ. തിന്നാൻ വലിയ രസമൊന്നുമില്ല. തണുത്ത് മരവിച്ചു കണ്ട് എന്ത് ചെയ്യുമ്പോഴൊക്കെ സ്ലോ മോഷൻ. ഈ ചൂനെ കണ്ട നോർത്ത് നിന്നൊക്കെ വരുന്ന ലിഫ്റ്റ് കിട്ട പെണ്ണുങ്ങളെപ്പോഴുള്ള തന്താര പോലെ. ഞാനിത് കൂടി നടക്കുമ്പോ ഷാറുഖ് ഖാനായ പോലെ ഒക്കെ ഒരു തോന്നല്. പക്ഷെ ഓലൊക്കെ പറയുന്നത് CID മൂസയിലെ സലീം കുമാറിന്റെ പോലെ ഇത് നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുന്ന അപ്പോൾ ഇവലോടൊക്കെ പെടുത്ത് മരത്തുമെന്ന് പറിച്ചാറിട്ട് 200 രൂപയ്ക്ക് മറിച്ചു വിറ്റാണ്. ബിസിനസ് മൈൻഡ്. ബാക്കി നാളെ